നമ്മൾ പലപ്പോഴും ദുനിയാവിൻ്റെ ചലനത്തിൽ, ദുനിയാവിൻ്റെ ആ ഒരു യാത്രയിൽ പലപ്പോഴും നമ്മൾ അള്ളാഹിനെ ചോദ്യം ചെയ്തു. അവനിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എനിക്കെന്താ അങ്ങനെ ചെയ്താൽ? അവൻ പറയുന്നതിന് ലോജിക്കില്ലേ? പിന്നെന്തിനാ ഈ ഉലമാക്കളെ കേൾക്കേണ്ട ആവശ്യം? നമ്മൾ ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? റസൂലുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ദുനിയവിയായ ആളുകളെ ഇറങ്ങുമ്പോൾ നമുക്ക് ഇത്തരം ചിന്തകളും ലോജിക്കും നമ്മളെ ബുദ്ധി അനുസരിച്ച് നമ്മൾ അള്ളാഹിൻ്റെ കൽപ്പനകളെ അളക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അവസാനിച്ചു അടിമത്വം എന്നുള്ള ചിന്ത. നീ ദുനിയാവിൻ്റെ അടിമയായി. കാരണം നീ നിന്റെ സ്വന്തം അഖലിൻ്റെ, നിന്റെ സ്വന്തം ചിന്തയുടെ, സ്വന്തം നിന്റെ ബുദ്ധിയുടെ അടിമയായി മാറി. നീ അള്ളാഹുവിൻ്റെ അടിമയല്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മഅയ്യത്ത് അനുഭവിക്കാൻ പറ്റാത്തത്. നമ്മൾ വിഷമത്തിൽ അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുകൊണ്ടാണ്. കാരണം നമ്മൾ അള്ളാഹുവിനെ വലുതാക്കിയില്ല, അവൻ്റെ കൽപ്പനകളെ വലുതാക്കിയില്ല. ജീവിതത്തിൽ അവൻ്റെ അവാമിറകളെ നമ്മൾ ചെറുതാക്കി കളഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ അള്ളാഹു കൂടെ ഉണ്ട് എന്നുള്ള ബോധത്തോടെ നമുക്ക് സബർ ചെയ്യാൻ സാധിക്കുക? ഇല്ല. എന്നെ ആരെയും പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അള്ളാഹിൻ്റെ പരീക്ഷണം. എന്ത് പരീക്ഷണം? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് നമ്മളെ മനസ്സിൽ ചിന്ത വരുന്നത് അതുകൊണ്ടാണ്. കാരണം അള്ളാഹുവിൻ്റെ ആ മഅയ്യത്ത് നമുക്ക്